Hi Makale, fluids ഒരുപാട് മക്കൾ ചോദിക്കുന്നുണ്ട്. ഫ്ലൂയിഡ്സിന്റെ ഒരു ചാപ്റ്റർ ഫ്ലൂയിഡ്സിന്റെ ഒരു ഫുൾ വീഡിയോ വേണമെന്ന് പറയുന്നുണ്ട്. മക്കളെ ഇന്ന് ഫ്ലൂയിഡ്സ് മെക്കാനിക്കൽ പ്രോപ്പർട്ടി ഓഫ് ഫ്ലൂയിഡ്സ് എന്നുള്ള +1 വലിയൊരു ചാപ്റ്ററിനെ നമ്മൾ കയറി പൊറിച്ചിട്ട് ചെറുതായിട്ട് ചെറിയൊരു ഷോർട്ട് വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ് മക്കളെ. ഒരു വൺ ഷോർട്ട് ക്വിക്ക് റിവിഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഡെറിവേഷൻസും എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ മക്കൾ കൂടെ നിന്നാൽ നമുക്ക് എന്ത് ചെയ്യടാ ഫ്ലൂയിഡ്സ് എന്നുള്ള ചാപ്റ്റർ സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ തുടങ്ങല്ലടാ. മെക്കാനിക്കൽ പ്രോപ്പർട്ടി ഓഫ് ഫ്ലൂയിഡ്സ് ആദ്യം തന്നെ അറിയേണ്ടത് പാസ്കൽസ് ലോ ആണ് മക്കളെ. എന്താണ് പാസ്കൽസ് ലോ എന്ന് പറഞ്ഞാൽ, ഒരു സിസ്റ്റത്തിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾ ഒരു പ്രഷർ അപ്ലൈ ചെയ്താൽ ആ സിസ്റ്റത്തിൽ എല്ലാ ഭാഗത്തേക്കും ഈക്വലി ആ പ്രഷർ എന്ത് ചെയ്യടാ ട്രാൻസ്മിറ്റ് ചെയ്യും എന്നല്ലാണ് നിങ്ങൾ പാസ്കൽസ് ലോയിൽ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, ഡെഫിനിഷൻ ഒന്ന് ഓർത്ത് വെക്കട്ടോ. പാസ്കൽസ് ലോ ഡെഫിനിഷൻ ഒന്ന് ഓർത്ത് വെക്കുക, അതല്ല ഇമ്പോർട്ടൻറ്റ്. അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏതായിരുന്നു ഇക്വേഷന്? F1/A1 = F2/A2 എന്നുള്ള ഇക്വേഷൻ എന്ത് ചെയ്യടാ മക്കൾ മറന്നു പോകാതെ ഓർത്ത് വെക്കുക. എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ളത് F2 കാണാൻ, അതായത് ഈ ഒരു കാർ ഇവിടുന്ന് ഉയർത്താൻ എത്ര ഫോഴ്സ് വേണ്ടി വരും എന്നുള്ള ചോദിക്കാറുള്ളത്. എടാ F2 = എന്താ ചെയ്യേണ്ടത്? A2/A1 × F1 എന്നുള്ള ഇക്വേഷൻ എഴുതിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യടാ F2 കാണാൻ പറ്റും. ഇക്വേഷന് ഡയറക്റ്റ് കൊടുക്കാനുള്ള പ്രോബ്ലംസ് ഇതിന് ചോദിക്കാറുള്ളൂ, വല്ലാതെ ബുദ്ധിമുട്ടിക്കാറില്ല. F1 തരും, A2 തരും, A1 തരും, ഡയറക്റ്റ് ആൻസർ ചെയ്യാനുള്ള പ്രോബ്ലംസ് ആണ് ഉണ്ടാവാറുള്ളത്. എടാ അതൊക്കെ നേരെ A2 കൊടുക്കുന്നു, A1 കൊടുക്കുന്നു, F1 കൊടുക്കുന്നു. കാൽക്കുലേറ്റർ ഇല്ല കയ്യിൽ, ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്ത ആൻസർ കിട്ടൂലേ. ഇത് അത്ര വലിയ സീനില്ല. യൂണിറ്റ് എഴുതാൻ മറക്കരുത്. ഓക്കെ, യൂണിറ്റ് എഴുതാൻ മറക്കരുത്. റെഡിയാണ്? പാസ്കൽസ് ലോ അത്ര കെയർ ചെയ്താൽ മതി. എത്ര പെട്ടെന്ന് വായിച്ചു പോവുക. ദെൻ അടുത്തത്, എടാ ഒരു വേരിയേഷൻ, ഒരു ഡെപ്തിൽ നമ്മളെ പ്രഷറിനുണ്ടാകുന്ന വേരിയേഷൻ്റെ ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കണം. എടാ P2 - P1 = ρgh. P2 - P1 = ρgh. ഇതിനെ വിളിക്കുന്ന പേരാണ് ഗേജ് പ്രഷർ. എന്താ വിളിക്കടാ ഒന്ന് പറഞ്ഞാൽ? ഗേജ് പ്രഷർ എന്ന് പറയും. അപ്പോൾ സാർ എന്താ അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞാൽ? അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞാൽ ഈ -P1 ഇക്വേഷൻ്റെ പുറത്തേക്ക് വരുമ്പോൾ എന്താ അവിടെ +P1 ആവും. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം? P = PA+. ഓക്കെ, PA+ ρgh നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ρhg. ρhg എന്ത് ചെയ്യാൻ പറ്റുമോ നമുക്ക്? അബ്സല്യൂട്ട് പ്രഷർ എന്ന് വിളിക്കാൻ പറ്റും. കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മൾ കണ്ടന്റിലേക്ക് മെല്ലെ മെല്ലെ കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. എങ്കിൽ നമുക്ക് ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ് മക്കളോട് ഞാൻ എപ്പോഴും പറയുന്നതാണ്. ഈ ചാപ്റ്ററിന് ബെർണോളിസ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്നുള്ള ഏതെങ്കിലും ഒരു പോർഷന് എക്സാമിന് എന്ത് ചെയ്യൂടാ പോർഷൻസ്, ഈ ഒരു പോർഷൻ എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്? ഡെറിവേഷൻസ് വരാറുണ്ട്. എങ്ങനെ ചെയ്യാൻ നോക്കല്ലേ? ഇവിടെ നിങ്ങൾക്ക് അറിയേണ്ടത് മാസ് ഓഫ് ലിക്വിഡ്, മാസ് ഓഫ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ ലിക്വിഡ്, ഓക്കെ, എൻറ്റർ ഈസ് ഈക്വൽ ടു ഉള്ളിലേക്ക് കയറിയ ഫ്ലൂയിഡിൻ്റെ അല്ലെങ്കിൽ ലിക്വിഡിൻ്റെ മാസും ആൻഡ് മാസ് ഓഫ് ഫ്ലൂയിഡ്, ഇവിടുന്ന് പുറത്തേക്ക് വരുന്ന മാസിൻ്റെ ഫ്ലൂയിഡിൻ്റെ മാസും എന്താണ്? ഈക്വൽ ആണ്. ഫസ്റ്റ് എഴുതേണ്ടതാ എൻ്റർ ചെയ്യുന്നതും അവിടുന്ന് എക്സിറ്റ് ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ മാസും എന്താണ്? ഈക്വൽ ആണെന്നാണ് ആദ്യം തന്നെ എഴുതി കൊടുക്കേണ്ടത്. നമുക്കറിയില്ലേ, ഒരു പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ കയറി മാസിന് അതേ മാസിനല്ല അവിടെ പുറത്തേക്ക് ഇറങ്ങാം. യെസ്, ഇനി ശ്രദ്ധിക്കുക, 3 പോയിന്റ് ഉണ്ട്. P ഉണ്ട്, R ഉണ്ട്, Q ഉണ്ട്. 3 പോയിന്റ് നമ്മൾ എടുക്കുന്നു. എടാ മാസിന് ഞാൻ എഴുതുന്നത് ആദ്യം റോ ഡെൻസിറ്റിക്ക് മാറ്റം ഉണ്ടാവോ? ഇല്ല. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എടാ മാസ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോള്യം അല്ലേ? മാസ് ബൈ വോള്യം അല്ലേ? അപ്പോൾ മാസ് എന്ന് പറഞ്ഞാൽ എന്താടാ? ഡെൻസിറ്റി ഇൻറ്റു വോള്യം. എടാ ഡെൻസിറ്റി അല്ലേ റോ? വോള്യം എങ്ങനെ കാണാം? വോള്യം നിങ്ങൾ പഠിച്ചില്ലേ? AVT. വോള്യം എന്താടാ? വോള്യം എന്താടാ? ഒരു ΔT ടൈമിലുള്ള വോള്യം എന്താടാ? AVT. AV ΔT ഓർത്ത് വെക്കണം കേട്ടോ. എന്താ V പറഞ്ഞാൽ വെലോസിറ്റി ആണ്. ഓക്കെ, ഇതെന്താ? വോള്യത്തിന്റെ V ആട്ടോ. എടാ V ഒരു ഡെൽറ്റ ടൈമിലുള്ള വോള്യം എന്ന് പറയുന്നത് AVT ആണ്, അല്ലെങ്കിൽ AV ΔT. AVT ചായപ്പൊടിയൊക്കെ ഇല്ലേ? ഓർത്ത് വെക്ക. വോള്യം എന്താടാ? AVT ആണ്. ദെൻ ശ്രദ്ധിച്ചോ, ഇവിടെ ആരിപ്പം ഡെൻസിറ്റി കഴിഞ്ഞാൽ ആര് വേണം? വോള്യം വേണം. ഏത് എവിടുത്തെ A ആ? Pയിലുള്ള ഏരിയയാണ്, Pയിലുള്ള വെലോസിറ്റി ആണ്. അതുപോലെ തന്നെ ΔT ടൈമാണ് ഈക്വൽ ടു ആറത്തത് എഴുതണ്ടേ? ρAR VR ΔT. ക്യൂത്തത് എഴുതണ്ടേ? ρAQ VQ ആൻഡ് ΔT. മക്കളെ ഒരേപോലെയുള്ള ആൾക്കാരെ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണടാ? നമ്മൾ അപ്പം അവരെ തന്നെ വെട്ടിക്കൊള്ളണം.
പെന്നോടെ യെസ്. അപ്പോൾ തന്നെ അവരെന്ത് ചെയ്യണടാ, വെട്ടി ഒഴിവാക്കണം. റോണ്ട് പോയി. ഡെൽറ്റ ടി ഉണ്ട്, ഒഴിവാക്കി. ഇനി ആരാണുള്ളത്? എ പി വി പി ഈക്വൽ ടു എ ആർ വി ആർ ഈക്വൽ ടു എ ക്യു വി ക്യു. പറഞ്ഞേ, എ പി വി പി ഈക്വൽ ടു എ ആർ വി ആർ ഈക്വൽ ടു എ ക്യു വി ക്യു. അതായത് ഇവിടുത്തെ എല്ലാ എ വി എന്താണ്? എല്ലായിടത്തും കോൺസ്റ്റൻ്റാണ്. ഇവിടുത്തെ എ വിയും കോൺസ്റ്റൻ്റാ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എ വി ഈസ് എ കോൺസ്റ്റന്റ്. ഇതിനെയാണ് എന്ത് വിളിക്കടാ? ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയും. എ വി ഈസ് എ കോൺസ്റ്റന്റ് ഈസ് കോൾഡ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയും. റെഡി ആണോ? ഇവിടെ ഒരു 3 സ്റ്റെപ്പിൽ അല്ലെങ്കിൽ 4 സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയുടെ ഡെറിവേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ മക്കളെ, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. റെഡി ആണോ? ഫ്ലൂയിഡ്സ് എന്നുള്ള ചാപ്റ്റർ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഓക്കെ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യടാ. ഓക്കെ, നിങ്ങൾ ഒരു കാര്യമോട് ചെയ്യേണ്ടതുണ്ട്. ഫിസിക്സ് ഒക്കെ 13-ാം തീയതി ആണല്ലോ എക്സാം. അപ്പോൾ ഏകദേശമൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഇപ്പോഴും പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ നമ്മുടെ +1 റാൻസ് എന്നുള്ള ഈ ചാനലിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഫിസിക്സിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊന്ന് കയറിയിട്ട് അതിൽ ഓരോ വീഡിയോസ് ഒന്ന് എടുത്ത് കാണുക. അല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു 20 ഷുവർ ക്വസ്റ്റ്യൻസ്. ആകെ നമുക്കുള്ള 30 ക്വസ്റ്റ്യൻ ആണ്. അതിൽ 20 ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാ? നിങ്ങൾക്ക് വേണ്ടിയിട്ട് റാൻസ് പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ 20 ക്വസ്റ്റ്യൻസ് ഒന്ന് എന്ത് ചെയ്യുക? എടുത്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. ആ 20 ക്വസ്റ്റ്യൻസ് കാണുക. അതിൻ്റെ കൂടെ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഡെറിവേഷൻസ്, എക്സാമിന് ചോദിക്കുന്ന ഇംപ്രൂവ്മെന്റ് എക്സാമിന് വരുന്ന ഡെറിവേഷൻസിൻ്റെ ഒരു വീഡിയോ കൂടി അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. അതുകൂടി ഒന്ന് എടുത്ത് കാണുക. അപ്പം എന്തൊക്കെ എക്സാമിന് ചോദിക്കുമെന്നുള്ളത് നമുക്കൊരു ധാരണ ഉണ്ടാവും. അപ്പം മക്കളെ, ഈ ഒരു വീഡിയോ കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഫ്ലൂയിഡ്സ് കഴിഞ്ഞാൽ നിങ്ങളോട് പറഞ്ഞല്ലോ 20 ഷുവർ ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസർ നമ്മളറിയും. അതായത് ഒരു 40 മാർക്ക് നിങ്ങൾക്ക് ഒറ്റ വീഡിയോ കണ്ടാൽ കിട്ടുന്ന രൂപത്തിലേക്ക് ഒരു വീഡിയോ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യടാ? ഈ ഒരു വീഡിയോ അതുപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം നിങ്ങൾക്ക് വേണ്ട രൂപത്തിൽ ഞങ്ങൾ തരുന്നുണ്ട്. ഞങ്ങൾ തരാൻ റെഡിയാണ് മക്കളെ. എങ്കിലടാ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും എന്ന് പറഞ്ഞാൽ കിങ് ഓഫ് കൊത്തല്ല, കിങ് ഓഫ് ഡെറിവേഷൻ ആരാടാ? കിങ് ഓഫ് ഡെറിവേഷൻ ബെർണോളിസ് പ്രിൻസിപ്പിൾ. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളെ വീട്ടിലുള്ള അമ്മമാരോട് ചോദിച്ചു നോക്ക്, ഉമ്മമാരോട് ചോദിച്ചു നോക്ക്. അവർ പഠിക്കുന്ന കാലം മുതലേ ആരുണ്ട്? കുറച്ചൊന്ന് കൂട്ടിയതാണ്. ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ത് ചെയ്യുന്നുണ്ട്? എക്സാമിന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മക്കളെ ശ്രദ്ധിച്ചോ, 3 പാർട്ടായിട്ട് ബെർണോളിസ് പ്രിൻസിപ്പിളിനെ കീറി മുറിക്കാൻ പോവാണ്. എങ്ങനെ ചെയ്യും നോക്കടാ. ബെർണോളിസ് പ്രിൻസിപ്പിൾ ആദ്യം തന്നെ ഇതൊക്കെ എക്സാം പേപ്പറിൽ തരാറുണ്ട്. ഓക്കെ, ചിത്രങ്ങളൊക്കെ എക്സാം പേപ്പറിൽ വരാറുണ്ട്. പകർത്തി വരക്കാൻ ശ്രമിക്കാം. ആദ്യം തന്നെ ചെയ്യേണ്ടത് ഫസ്റ്റ് വർക്ക്, പിന്നെ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി. 3 കാര്യങ്ങൾ ഓർത്താൽ ബെർണോളിസ് പ്രിൻസിപ്പിൾ കഴിഞ്ഞു മക്കളെ. ഒരു പ്രശ്നമില്ല. ഫസ്റ്റ് ഏതാ? വർക്ക് നോക്കടാ. ആദ്യം ഈ 1 എന്നുള്ള ഭാഗം ചെയ്ത വർക്ക് W1 നോക്കടാ. W1 എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രഷർ ഇൻറ്റു ഏരിയ നോക്കടാ. പ്രഷർ ഇൻറ്റു ഏരിയ. അതായത് പ്രഷർ P1 ആണ്, ഏരിയ A1 ആണ്. P1 A1. ഇതാ ഡിസ്റ്റൻസ് എത്രയടാ? V1 ഡെൽറ്റ ടി. എത്രയടാ? V1 ഡെൽറ്റ ടി. എവിടോ മറന്ന ഒരു പരിചയം തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? യെസ്, ഞാൻ പറഞ്ഞു ചായപ്പൊടിയെ മറക്കരുത്. EVT ചായപ്പൊടികൾ ആരാടാ? വോള്യമാണ്. മറക്കരുത്. W1 ഈക്വൽ ടു P1 ഡെൽറ്റ വി. എന്താണ് ഡെൽറ്റ വി? വോള്യമാണ് കേട്ടോ. ഡെൽറ്റ വി ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, കൊടുക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഫസ്റ്റത്തെ കിട്ടി. ഇനി എന്താ ചെയ്യുക? ഇതേപോലെ തന്നെ ഇതേപോലെ തന്നെ എന്ത് ചെയ്യടാ? W2 എഴുതാം. W2 ഇനി ഇവിടെ തന്നെ നോക്കി അങ്ങനെ എഴുതി വെച്ചാൽ മതി. അത്രേ ഉള്ളൂ. നോക്കട്ടോ, സിമ്പിൾ ആണ്. P1 പകരം P2 കൊടുക്കുക, A1 പകരം A2 കൊടുക്കുക, പിന്നെ ഡെൽറ്റ ടി. പരിപാടി കഴിഞ്ഞു. അയ്യോ, V1 കൊടുക്കാൻ പറഞ്ഞു, V2 ഉണ്ട് കേട്ടോ. ആവേശം കൂടുതലാണ്. നോക്കേ ഇടാ, ശ്രദ്ധിച്ചോ. A2 V2 ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ആരാ? യെസ്, വീണ്ടും P2 ഡെൽറ്റ വി. വോള്യം തന്നെ. ഓക്കെ, വോള്യം മാറുന്നില്ല, വോള്യം തന്നെ. ഇനി ചെയ്യേണ്ട കാര്യം എന്താ? ഇതിന്റെ ചേഞ്ച് കാണുക. ഡെൽറ്റ വി കാണുക. ഡെൽറ്റ W ചേഞ്ച് ഇൻ വർക്ക് കാണുക. W1 മൈനസ് W2 കാണുക. മക്കളെ W1 മൈനസ് W2 ചെയ്താൽ എന്ത് കിട്ടും?
P1 delta V minus P2 delta V. സാറേ അപ്പോൾ ഡെൽറ്റ വി കോമൺ അല്ലേ? ആണ്. അപ്പം എന്ത് ചെയ്യടാ? ഡെൽറ്റ വിനെ പുറത്തെടുക്കുക. ഡെൽറ്റ വി ഇൻറ്റു P1 മൈനസ് P2. ഇതാണ് എന്താടാ? ഡെൽറ്റ ഡബ്ല്യു. ചേഞ്ച് ഇൻ വർക്ക് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ വി ഇൻറ്റു P1 മൈനസ് P2. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ ആണോ മക്കളെ? എടാ എവിടെ ഇതിൽ സി നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. W1 കണ്ടു, W2 കണ്ടു, അതിന്റെ ചേഞ്ച് കാണുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ ആണ്. ഫസ്റ്റ് പാർട്ട് ഓക്കെ ആണ്. ഇനി സെക്കൻഡ് പാർട്ടിലേക്ക് എടുക്കാം. സെക്കൻഡ് പാർട്ട് നമ്മൾ എന്താ അറിയും? ശ്രദ്ധിച്ചോ. ഇവിടെ ഡെൽറ്റ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഡെൽറ്റ കെ ഇ പ്ലസ് ഡെൽറ്റ പി ഇ ആണ്. ഓക്കെ, അതായത് ചേഞ്ച് ഇൻ വർക്ക് പറഞ്ഞാൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ആണെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഇനി ആരെ കാണണം? ഇത് കണ്ടില്ലേ? ഇനി ആരെ കാണണം? കൈനറ്റിക് എനർജിനെ കാണണം. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജിനെ കാണണ്ടേ നോക്കടാ. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം V2 സ്ക്വയർ. എവിടുന്ന് കിട്ടി സാറ് V2? V2 ഇതാ രണ്ടാമത്തെ V2 ആണ്. ഓക്കെ, V2 സ്ക്വയർ മൈനസ് ഹാഫ് എം V1 സ്ക്വയർ. ഹാഫ് എം V2 സ്ക്വയർ മൈനസ് ഹാഫ് എം V1 സ്ക്വയർ. സാറേ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഹാഫ് എം കോമൺ അല്ലേ? അതേ മക്കളെ, ഹാഫ് എം കോമണാ. V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ അല്ലേ? അതേ, V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ ആണ്. ഇവിടെ എമ്മിനെ കണ്ടാല് ഞാൻ ആരെ കൊടുക്കണം? റോ വി. ആരെ കൊടുക്കണം? റോ വി. എമ്മിനെ കണ്ടാല് എവിടെങ്കിലും വെച്ച് കണ്ടാല് ആരെ കൊടുക്കുക? റോ വി. ഡെൻസിറ്റി ഇൻറ്റു വോള്യൂം. അതാണ് റോ വി കൊടുക്കുക. റോ വി കൊടുത്ത് ഹാഫ് റോ വി ഇൻറ്റു V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ. ഓക്കെ, ഇത് വോള്യാട്ടോ. യെസ്. ഇനി അപ്പം എന്ത് കിട്ടിയടാ നമുക്ക്? കൈനറ്റിക് എനർജി കിട്ടി. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കിട്ടി. ഓക്കെ, ഞാനിവിടെ ഡെൽറ്റ വി കൊടുക്കണ്ടേ. നമ്മൾ നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ഡെൽറ്റ വിയിൽ കൊടുത്ത്, അതുകൊണ്ട് ഇവിടെയും ഡെൽറ്റ വിന്ന് കൊടുക്കുന്നുണ്ട്. റെഡി? എടാ ഇനി അടുത്തത് പൊട്ടൻഷ്യൽ എനർജി കാണണ്ടേ? പൊട്ടൻഷ്യൽ എനർജി കാണാം. ശ്രദ്ധിച്ചോ. പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ കാണുക? ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു mgH2 മൈനസ് mgH1. സാർ ഇവിടുന്ന് H2 H1 ഒക്കെ കിട്ടി. ഇതാടാ ഇവിടുന്ന് ഇതുവരെയുള്ള ഹൈറ്റ് H2ഉം ഈ ഹൈറ്റ് H1ഉം അല്ലേ? ഓക്കെ, അപ്പൊ സെക്കൻഡ് മൈനസ് ഫസ്റ്റ് mgH2 മൈനസ് mgH1. അപ്പൊ സാറ് mg കോമൺ അല്ലേ? ഇത് mg കോമൺ ആണ്. അപ്പൊ H2 മൈനസ് H1 എഴുതണം. ഇടാ എം കണ്ടാൽ ആരെ കൊടുക്കും? റോ ഡെൽറ്റ വി ഇൻറ്റു ജി H2 മൈനസ് H1. റെഡി? പരിപാടി കഴിഞ്ഞു. 3 സ്റ്റെപ്പ് കഴിഞ്ഞില്ലേ? ഓക്കെ, 3 സ്റ്റെപ്പ് കഴിഞ്ഞു. എന്നാ നോക്കാം. ഇനി ആരേടാ? ഈ മൂന്നാളും ഇതുപോലെ എടുത്ത് എഴുതാം. ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു ഡെൽറ്റ കെ ഇ പ്ലസ് ഡെൽറ്റ പി ഇ. ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു ഡെൽറ്റ കെ ഇ പ്ലസ് ഡെൽറ്റ പി ഇ. ഡെൽറ്റ ഡബ്ല്യു ആരായിരുന്നു? ഡെൽറ്റ വി ഇൻറ്റു P1 മൈനസ് P2 ഈക്വൽ ടു ഡെൽറ്റ കെ ഇ ആരായിരുന്നു? ഹാഫ് റോ ഡെൽറ്റ വി ഇൻറ്റു അല്ലെ ഹാഫ് റോ ഡെൽറ്റ വി ഇൻറ്റു V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ പ്ലസ് ആര് വേണടാ? പി ഇ വേണം. ഡെൽറ്റ റോ ഡെൽറ്റ വി ജി H2 മൈനസ് H1. എവിടുന്ന് കിട്ടിയടാ എനിക്കിതാ? പി ഇ എഴുതി. കുഴപ്പമുണ്ടോ? ഇല്ല, ഒരു കുഴപ്പമില്ല സാറേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരെ വെട്ടണം? ഒരാളെ എവിടെയെങ്കിലും കോമൺ ആയിട്ട് കണ്ട ഒഴിവാക്കടാ. ആവശ്യമില്ലാത്തല്ല എന്തിനാ തലവെക്കണേ? ഓക്കെ, ജീവിതത്തിൽ ഒരു പാഠമായിട്ട് അത് ഉൾക്കൊള്ളുക. ഓക്കെ, ദെൻ ഡെൽറ്റ വി ഒഴിവാക്കി കഴിഞ്ഞാൽ ഇനി ബാക്കിയുള്ളവരൊന്നും എടുത്ത് ചെയ്തേ. P1 മൈനസ് P2 ഈക്വൽ ടു ഹാഫ് റോ V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ പ്ലസ് റോ ജി H2 മൈനസ് H1. ഓക്കെ, ദെൻ നോക്കടാ. സ്പേസ് അല്ല. ദെൻ ഞാനേ ഇവിടേക്ക് എഴുതണ്ടേ. ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടേക്ക് എഴുതണ്ടേ മക്കളെ, ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ദെൻ ഇനി ഞാൻ ഇനി അപ്പൊ നമ്മൾ 3 പരിപാടി കഴിഞ്ഞു. സാറല്ല പറഞ്ഞ ആദ്യം W കാണണം, കണ്ടു. കെ കാണണം, കണ്ടു. പി കാണണം, കണ്ടു. അത് 3 ആഡ് ചെയ്തു, അതും ചെയ്തു. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കോമൺ ആയിട്ടുള്ള ആളെ വെട്ടി. ഇനി എന്താ ചെയ്യേണ്ടത് സാറേ? 1 ഉള്ളതൊക്കെ ഒരു ഭാഗത്തും 2 ഉള്ളതൊക്കെ ഒരു ഭാഗത്തും അറേഞ്ച് ചെയ്യുക.
1 ഒരു ഭാഗത്ത് 2 ഉള്ള ഒരു ഭാഗത്ത്. ഇങ്ങനെ ഓർത്ത് വെക്കുക. ഇവിടെ നമ്മളൊക്കെ ഗ്രൂപ്പ് ആക്കുന്ന സമയത്ത് 1 2 3 4 എന്ന് എണ്ണിയിട്ട് 1 ഉള്ള ഗ്രൂപ്പ് ഒക്കെ ഒരു ഭാഗത്തും 2 ഉള്ള ഗ്രൂപ്പ് ഒക്കെ ഒരു ഭാഗത്ത് നിൽക്കാൻ പറയില്ലേ? അതുപോലെ 1 ഉള്ളവരൊക്കെ ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കടാ. അങ്ങനെ മാറ്റി നിർത്തുമ്പോൾ ഇവിടെ 1 ഉള്ള P1 ഇവിടെ ഉണ്ട്. അപ്പുറത്ത് നമുക്ക് ആരെ കൊണ്ടുവരാം? 1 ഉള്ള ആരാളുള്ള അവിടെ? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഓപ്പൺ ചെയ്യണം. ശ്രദ്ധിച്ചോ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. അതിന് മുന്നേ P1 മൈനസ് P2 ഈക്വൽ ടു, ഇവിടുന്ന് ബ്രാക്കറ്റ് നൈസായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് ഹാഫ് റോ V2 മൈനസ് ഹാഫ് റോ V1 സ്ക്വയർ, ഓക്കെ. അടുത്തതും ഒന്ന് ഓപ്പൺ ചെയ്തേ, പ്ലസ് റോ GH2 മൈനസ് റോ GH1 അല്ലേ? റോ GH2 ഇവിടെ ഒരു മൈനസ് ഇല്ലേ? അതുകൊണ്ടാണ് റോ അവിടെ എന്ത് ചെയ്ത് മൈനസ് വന്നത് കേട്ടോ. ഇനിയാണ് ഞാൻ പറഞ്ഞ കാര്യം, 1 ഉള്ളത് ഒരു ഭാഗത്തേക്കും 2 ഉള്ള ഒരു ഭാഗത്തേക്കും ചെയ്യാം. 1 ഉള്ളത് ഇവിടെ എഴുതിട്ട സാറേ P1, അവിടുന്ന് 1 ഉള്ള ഒരാളെ കൊണ്ടിടാ. ഇത് 1 ഉള്ളതല്ലേ? അപ്പൊ ഹാഫ് മൈനസ് ഉള്ള ഇക്വേഷന് പുറത്ത് വരുമ്പോൾ പ്ലസ് ആവും. ഹാഫ് റോ V1 സ്ക്വയർ. ഇവിടെ മൈനസ് ഉള്ള ആൾ ഇക്വേഷന് പുറത്ത് വരുമ്പോൾ പ്ലസ് ആവും റോ GH1. ഇടപ്പ് കാണാൻ എന്തൊരു ഭംഗിയുണ്ട്, 1 ഉള്ള ഒക്കെ ഒരു ഭാഗത്ത്. അപ്പൊ 2 ഉള്ളത് അതുപോലെ ഇക്വേഷൻ അപ്പുറത്തേക്ക് മൈനസ് P2 ഇക്വേഷൻ അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് P2 ആവും. ഓക്കെ, പ്ലസ് അവിടെ ആരുണ്ടടാ? ഹാഫ് റോ V2 സ്ക്വയർ ഉണ്ട്. പ്ലസ് ഇവിടെ ആരുണ്ടടാ? റോ GH2 ഉണ്ട്. ഇക്വേഷന്റെ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഒരേ ആൾക്കാരല്ല ഉള്ളത്. ഒന്ന് S1 ആണ്, ഒന്ന് H2, ഒന്ന് 1 ആണ്, ഒന്ന് 2 ആണ്. 2 പൊസിഷൻ ആണ്, പക്ഷെ ഒരേപോലെയുള്ള ആൾക്കാരുള്ളത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്തൂടാ? P പ്ലസ് ഹാഫ് റോ V സ്ക്വയർ പ്ലസ് 1 അല്ലേ? റോ GH. ഓക്കെ, 1 നൈസായിട്ടൊന്ന് വായിക്കാം. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് എന്താടാ? ഇതിനെ വിളിക്കുന്ന ഈസ് എ കോൺസ്റ്റന്റ്. അതിനെ വിളിക്കുന്ന പേരാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. എന്താണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ? ശ്രദ്ധിച്ചോ, ബെർണോളിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ദാറ്റ്, എടാ നോക്കടാ, ഒരു സ്ട്രീം ലൈൻ ഫ്ലോ ഉണ്ടാകുന്ന സമയത്ത് ദ സം ഓഫ് പ്രഷർ ആൻഡ് അടുത്ത ആളാരാ? കൈനറ്റിക് എനർജി. സാർ കൈനറ്റിക് എനർജി അങ്ങനെയാണോ? അല്ല. ഇപ്പൊ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോള്യം, ദ സം ഓഫ് പ്രഷർ, kinetic energy per unit volume and potential energy per unit volume is a constant, remains constant. എന്താ ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂടാ മക്കളെ. ദ സം ഓഫ് പ്രഷർ, ആദ്യം കാണാറുള്ള പ്രഷർ ആണ്. ഹാഫ് വെച്ച് തുടങ്ങുന്ന ആരായിരുന്നു നമ്മൾ എടുത്തിരുന്നത്? കൈനറ്റിക് എനർജിയാ. പക്ഷെ അവിടെ ആരില്ല? വി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് പറയും? വോള്യം ഉണ്ടോ? ഇല്ല, നമ്മൾ വോള്യത്തിന് വെട്ടിയില്ലേ? അപ്പോൾ നമ്മൾ എന്ത് പറയടാ? കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോള്യം എന്ന് പറയും. അപ്പൊ സം ഓഫ് പ്രഷർ, കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോള്യം, അടുത്തരാ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോള്യം ഈസ് റിമൈൻസ് എ കോൺസ്റ്റന്റ് എന്നാണ് എന്ത് ചെയ്യാനുള്ളത്? പഠിക്കാനുള്ളത്. ബെർണോളിസ് പ്രിൻസിപ്പിൾ എളുപ്പാടാ. 6 മാർക്ക് കിട്ടാനുള്ള ഒരു ഭാഗമാണ്. ക്ലിയർ ആണോ മക്കൾക്ക്? 3 പോർഷൻ ആയിട്ട് ഞാൻ പറഞ്ഞത്. ഇവിടെ W കാണുന്നു, K കാണുന്നു, P കാണുന്നു, ആഡ് ചെയ്യുന്നു, സാധനം കിട്ടുന്നു, പരിപാടി കഴിഞ്ഞു. ഒക്കെയാണ്. ഒന്നൊന്ന് ചിരിച്ചേ, ഉള്ളിലെ ടെൻഷനൊക്കെ മാറ്റി വെച്ചിട്ട് ഒന്ന് ചിരിച്ചേ. റെഡി? ഓക്കെ, ദെൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് അപ്ലിക്കേഷൻ ഓഫ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. റെഡി ആയിട്ടിരിക്കല്ലേ? ഓക്കെ, നോക്കടാ. ടോറിസെല്ലി ലോ ആണ് ആദ്യം നോക്കാള്. ടോറിസെല്ലി ലോ പറയുന്നത് ഇത്രേ ഉള്ളൂടാ. ടോറിസെല്ലി ലോ സ്റ്റേറ്റ് ദാറ്റ് ദ സ്പീഡ് ഓഫ് എഫ്ലക്സ് ഓഫ് എ fluid through a small hole at a depth of h of an open tank is equal to speed of freely falling body. ഒരു ടാങ്കിന്റെ h ഹൈറ്റിലുള്ള സ്മോൾ ഹോളിലൂടെ ഒരു ഫ്ലൂയിഡ് താഴേക്ക് ഇതേപോലെ ഒഴുകുന്ന സ്പീഡ് ഒരു ഫ്രീ ഫാളിന് എന്താടാ? ഈക്വൽ ആണ്. ഫ്രീ ഫാൾ എന്ന് അറിയില്ലേ? ഫ്രീ ഫാൾ എന്താ? ഒരു ഒബ്ജക്റ്റിന് ഞാൻ എന്ത് ചെയ്യാണ്? ഓൺലി അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാണ്. ഞാൻ ജസ്റ്റ് വിട്ടു. താഴേക്ക് വരാൻ കാരണം ഭൂമി താഴേക്ക് വലിക്കണോണ്ട്. അതിൻ്റെ ആക്സിലറേഷൻ എന്താ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. താഴേക്ക് ആരാ വലിക്കുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സാ. അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് മാത്രം താഴേക്ക് വരുന്നതിന് നമ്മൾ ഫ്രീ ഫാൾ എന്ന് പറയാം. ഓക്കെ, അതേപോലെയാണ് ആരും ഒരു എച്ച് ഡെപ്തിലുള്ള ഒരു സ്മോൾ ടാങ്കിലുള്ള ഒരു ടാങ്കിലുള്ള സ്മോൾ ഹോൾ, അതിന് വരുന്ന വാട്ടർ അല്ലെങ്കിൽ ഫ്ലൂയിഡ് എന്തും അതിനാണ് എന്താ പറയുക? ടോറിസെല്ലി ലോ എന്ന് പറയാം. ജസ്റ്റ് അതേപോലെ ഒന്ന് എന്ത് ചെയ്താൽ മതി? എഴുതി വെച്ചാൽ മതി എക്സാമിന്. അടുത്തത് എന്താ? വെൻട്രിമീറ്റർ. എന്തോ അളക്കാൻ വേണ്ടിയിട്ടാണ് മനസ്സിലായി. വെൻട്രിമീറ്റർ ഈസ് എ ഡിവൈസ് മെഷർ ദ
ഫ്ലോ സ്പീഡ് ഓഫ് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്. വെൻട്രിമീറ്റർ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്തോ അളക്കാനുള്ള പരിപാടിയാണ്. എന്തളക്കാനാണ്? ഫ്ലോ സ്പീഡ് ഓഫ് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്. ദെൻ എന്താണ് മാഗ്നസ് എഫക്റ്റ്? ദ ഡൈനാമിക് ലിഫ്റ്റ് ഡ്യൂ ടു സ്പിൻ. എന്താണ് ദ ഡൈനാമിക് ലിഫ്റ്റ് ഡ്യൂ ടു സ്പിന്നിങ്? അതിനാണ് എന്താ പറയുക? മാഗ്നസ് എഫക്റ്റ്. ഈ 3 പോയിന്റും ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുക, ഒന്ന് എഴുതി വെക്കുക, ഒന്ന് പെട്ടെന്ന് ഒന്ന് മൈൻഡിൽ കയറ്റി വെക്കുക. ആദ്യം ടോറിസലി ലോ പറഞ്ഞ് ഓർത്ത് വെക്കുക. ഒരു H ഹൈ ഡെപ്തിലുള്ള ആ ഒരു ടാങ്ക് എന്നുള്ള സ്പീഡ് ഓഫ് ഇഫ്ലക്സ് എന്തിന് ഈക്വല? ഫ്രീ ഫാളിന് ഈക്വല. രണ്ടാമത് പറഞ്ഞ വെൻട്രിമീറ്റർ ആണ് എന്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള? ഫ്ലോ സ്പീഡ് ഓഫ് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്. മൂന്നാമത് പറയുന്നത് ദ ഡൈനാമിക് ലിഫ്റ്റ് ഡ്യൂ ടു സ്പിന്നിങ്. അതിനെ വിളിക്കുന്ന പേരാണ് മാഗ്നസ് എഫക്റ്റ്. ദെൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ്, വിസ്കോസിറ്റി. എന്താണ് വിസ്കോസിറ്റി? ഞാൻ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഒന്നും പോകുന്നില്ല കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ചാപ്റ്റർ വളരെ ഷോർട്ടായിട്ട് തരാൻ വേണ്ടിയിട്ട്. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ ചൂടാക്കിയതല്ല, ഇതാണ് എന്ത്? ഫ്രിക്ഷൻ. കൈ ചൂടാകുന്നുണ്ട്, ഒന്ന് സ്പീഡാക്കി. ഓക്കെ, കൈ നന്നായിട്ട് ചൂടാകുന്നുണ്ട് ഇല്ലേ? ഇതെന്തുകൊണ്ടാ? ഡ്യൂ ടു ഫ്രിക്ഷൻ. ഇത്രയേ ഉള്ളൂടാ. രണ്ട് ബോഡി അല്ലെങ്കിൽ രണ്ട് സർഫസുകളിൽ റിലേറ്റീവ് മോഷനിലാവുമ്പോൾ അവർക്കിടയിൽ എന്ത് ചെയ്യൂടാ? അവർക്കിടയിൽ ആ ഒരു ഫോഴ്സ് ജനറേറ്റ് ചെയ്യും. എന്തിന്? അവരുടെ മോഷൻ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മുടെ ലിക്വിഡും അല്ലെങ്കിൽ ഫ്ലൂയിഡും എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? ഒരു സ്ട്രീം ലൈൻ ആയിട്ടാണ്, അല്ലെങ്കിൽ ഓരോ ലെയറുകളായിട്ട് മൂവ് ചെയ്യുമ്പോൾ ഓരോ ലെയറുകൾക്കിടയിലും അവരുടെ റിലേറ്റീവ് മോഷൻ ഒപ്പോസ് ചെയ്യാൻ ഒരു ഫോഴ്സ് ജനറേറ്റ് ചെയ്യും. ദാറ്റ് ഫോഴ്സ് ഈസ് കോൾഡ് വിസ്കോസിറ്റി. അതിൻ്റെ യൂണിറ്റ് ആണ് ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തത്. പോയ്സൺലി എന്ന് പറയും. ഓക്കെ, PL. ഓക്കെ, വിസ്കോസിറ്റി എന്താണ്? പോയ്സൺലി എന്ന് പറയും. ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരാട്ടോ. ദെൻ വിസ്കോസിറ്റി എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സാമിന് 1-2 തവണ എക്സാമിന് വന്നിട്ടുള്ളതാണ്. 1 വേർഡ് ആയിട്ട് നോക്കടാ. ദ വിസ്കോസിറ്റി ഓഫ് എ ലിക്വിഡ് ഡിഗ്രീസസ് വിത്ത് ഇൻക്രീസിങ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി കുറയുക ചെയ്യാം. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ വിസ്കോസിറ്റി കുറയാണ് ചെയ്യാം. ദെൻ നോക്കണം അടുത്ത സ്റ്റോക്സ് ലോ. 6π/νAV. 6π/νAV എന്ന് പഠിച്ച സ്റ്റോക്സ് ലോ കഴിഞ്ഞു. എന്താ സ്റ്റോക്സ് ലോ വെച്ചാൽ 6π/νAV എന്ന് എഴുതി വെച്ചാൽ തന്നെ മതി. ഓക്കെ, റെഡി? വിസ്കോസിറ്റി, വിസ്കസ് ഫോഴ്സ് ആണ് F. അതെന്താടാ? 6π/νAV ആണ് എന്ന് ഓർത്ത് വെക്കുക. ദെൻ നെക്സ്റ്റ്, ടെർമിനൽ വെലോസിറ്റി. എന്താ ടെർമിനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ? ഇവിടെ ഒരു ഡ്രോപ്ലെറ്റ്, when an object fall through a viscous medium, okay, it acceleration, initially ഭയങ്കര ആക്സിലറേഷൻ ആയിക്കാറും. സംഭവത്തിലുള്ള ഒരു വെള്ളത്തുള്ളി നമ്മൾ എയറിന്ന് ഇങ്ങനെ താഴോട്ട് വരിക. എയർ ഒരു വിസ്കസ് മീഡിയം അല്ലേ? ആണോ സാറേ? ആണ്. അത് ഫ്ലൂയിഡ് അല്ലേ സാറേ? ഫ്ലൂയിഡ് പറഞ്ഞാൽ ലിക്വിഡ് ഒന്നല്ല. ലിക്വിഡും ഗ്യാസും ഒക്കെ എന്തെന്നാടാ? ഫ്ലൂയിഡ് തന്നെയാണ്. അപ്പോൾ എയറിലൂടെ ഒരു വാട്ടർ ഡ്രോപ്പ് വരുമ്പോൾ അത് എന്തിനാണുള്ളത്? വിസ്കസ് മീഡിയത്തിലാണുള്ളത്. ഓക്കെ, ഇനീഷ്യലി അതിന് നല്ല ആക്സിലറേഷൻ ഉണ്ട്. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ഗ്രാവിറ്റി. ആസ് ദ വെലോസിറ്റി ഇൻക്രീസ്, അതുകൊണ്ട് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും, റിട്ടാർഡിങ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ദെൻ ഫൈനലി ദ വിസ്കസ് ഫോഴ്സ്. ഇവിടെ വിസ്കസ് ഫോഴ്സ് എങ്ങോട്ടാണുള്ളത്? അതിൻ്റെ ഒപ്പോസ് ചെയ്തിട്ട് മുകളിലേക്ക്, താഴേക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇതുപോലെ ഇതിൻ്റെ വിസ്കസ് ഫോഴ്സും ബോയൻസിയും വിസ്കസ് ഫോഴ്സും മുകളിലോട്ടുണ്ട്, താഴോട്ട് അതിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഉണ്ട്. ഇതാണ് ഈക്വലായി കഴിഞ്ഞാൽ ഫോഴ്സ് ക്യാൻസലായി. അപ്പോൾ ആക്സിലറേഷൻ ഉണ്ടാവും ഇല്ല. അപ്പോൾ യൂണിഫോം വെലോസിറ്റിയിലായിരിക്കും ആരും താഴേക്ക് വീഴുക? ഈ ഒരു ഡ്രോപ്ലെറ്റ് താഴേക്ക് വീഴുക. അതിന് വിളിക്കണ ആ വെലോസിറ്റിയാണ് ഇത് ടെർമിനൽ വെലോസിറ്റി. എന്ത് സാറ് മനസ്സിലായോ? ഒന്നുകൂടെ ഇത്രയേ ഉള്ളൂടാ. ജസ്റ്റ് നിങ്ങളിത് ആലോചിച്ചാൽ മതി. ബോയൻസി ഫോഴ്സും വിസ്കസ് ഫോഴ്സും ഈക്വൽ ആവും. ബോയൻസി ഫോഴ്സും വിസ്കസ് ഫോഴ്സും മുകളിലോട്ട്, താഴോട്ട് ആരെ പിടിച്ചു വലിക്കുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴോട്ടും. ഏതൊരു പോയിന്റിൽ ഇത് ഈക്വൽ ആവും. ഈക്വൽ ആയാൽ ഈക്വലിൻ്റെ ഓപ്പോസിറ്റ് ഫോഴ്സ് അല്ലേ? ക്യാൻസൽ ആവും. ക്യാൻസൽ ആയ പിന്നെ ആക്സലറേഷൻ ഉണ്ടാവില്ല. ആക്സലറേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ യൂണിഫോം വെലോസിറ്റിയിലായിരിക്കും എന്ത് ചെയ്യുക? ഒബ്ജക്റ്റ് താഴോട്ട് വീഴുക. ഓക്കെ, ആ വെലോസിറ്റിനെ വിളിക്കുന്ന പേരാണ് ടെർമിനൽ വെലോസിറ്റി എന്ന്. ദെൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ്, റെയ്നോൾഡ്സ് നമ്പർ. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, റെയ്നോൾഡ്സ് ഡിഫൈൻഡ് ആസ് ദ ഡയമെൻഷൻലെസ് നമ്പർ ഹൂസ് വാല്യൂ ഗിവൺ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കട്ടോ. ഹൂസ് വാല്യൂ ഗിവൺ അപ്രോക്സിമേറ്റ് ഐഡിയ അബൌട്ട് അത് സ്ട്രീം ലൈൻ ആണോ അല്ലെങ്കിൽ ടെർബുലൻ്റ് ആണോ എന്നുള്ളത്, ടെർബുലൻ്റ് ആണോ അല്ലെങ്കിൽ സ്റ്റഡി ഫ്ലോ ആണോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ത്? റെയ്നോൾഡ്സ് നമ്പർ. ഓക്കെ, ഇക്വേഷൻ ഏതാ? R = ρVd/ν. ഓക്കെ, ഇതിൽ റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി ആണ്, V എന്ന് പറയുന്നത് സ്പീഡാണ്, ദെൻ D എന്ന് പറയുന്നത് ഡയമെൻഷൻ ആണ്, പിന്നെ ന്യൂ എന്ന് പറയുന്നത് വിസ്കോസിറ്റി ആണ്. റെഡി? എക്സാമിന് നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. റെയ്നോൾഡ്സ് നമ്പർ 1000 താഴെയാണെങ്കിൽ ദ ഫ്ലോ ഈസ് സ്ട്രീം ലൈൻ അല്ലെങ്കിൽ ലാമിനാർ ഫ്ലോ ആണ്.
ഇനി 2000-ത്തേക്കാളും കൂടുതൽ, 1000-ത്തേക്കാളും താഴെയാണെങ്കിൽ സ്ട്രീം ലൈൻ ഓർ ലാമിനാർ, 2000-ത്തേക്കാളും കൂടുതലാണെങ്കിൽ അത് ടർബുലന്റ് ആണ്, അതായത് സ്റ്റഡി ഫ്ലോ അല്ല. ഓക്കെ, ഒരു ഡിസ്റ്റർബൻസ് ഉള്ള ഫ്ലോ ആണ്. ദെൻ ബിറ്റ്വീൻ 1000 and 2000 ആണെങ്കിലോ ദ ഫ്ലോ ബിക്കംസ് അൺസ്റ്റഡി ഫ്ലോ ആണ്. അപ്പോൾ 3 കേസാണ്. ഒന്ന് 1000-ത്തേക്കാൾ താഴെയാണെങ്കിൽ അത് സ്റ്റഡി ആയിട്ടുള്ള ഫ്ലോ ആണെങ്കിൽ ലാമിനാർ ഫ്ലോ എന്ന് പറയും. 2000-ത്തേക്കാളും മുകളിലാണെങ്കിൽ അത് ടർബുലന്റ് ആണ്. ബിറ്റ്വീൻ 1000 and 2000 ആണെങ്കിൽ അത് അൺസ്റ്റഡി ഫ്ലോ ആണ്. ഓക്കെ, അത്ര മാത്രം ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. ദെൻ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, മക്കൾ എപ്പോഴും തെറ്റിക്കുന്ന, അല്ലെങ്കിൽ ഇവിടുന്ന് 2 ക്വസ്റ്റ്യൻസ് വരാം. ഇപ്പോൾ ഇത് ഇൻസൈഡ് ഡ്രോപ്പാണ്, എക്സസ് പ്രഷർ ഇൻസൈഡ് ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ്. ഇതെന്ത് വരാറുണ്ട്? അങ്ങനറിയാം, ബബിളും വരാറുണ്ട്. എങ്ങനെ രണ്ടും ഒരേപോലെ പറഞ്ഞാൽ ശ്രദ്ധിച്ചോ. ഇതുപോലെ പിക്ചർ വരക്കാം. ഓക്കെ, പിക്ചർ വരക്കാം. പ്രഷർ അല്ലടാ, ഉള്ളിലുള്ള പ്രഷർ PI ഇൻസൈഡ്, പുറത്തുള്ള പ്രഷർ P ഔട്ട്സൈഡ്. നമുക്കറിയാം ഉള്ളിൽ പ്രഷർ കൂടുതൽ, ആരെക്കാളും പുറത്തേക്കാളും പ്രഷർ ഉള്ളിലാണ് കൂടുതൽ. അപ്പോൾ പ്രഷർ ഡിഫറൻസ് എങ്ങനെ എടുക്കാം? PI മൈനസ് P0. എടാ കൂടുതൽ എവിടെയുള്ള ഉള്ളിലാണ്, അതുകൊണ്ട് PI മൈനസ് P0 എന്ന് എടുത്ത്. റെഡി? ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് ΔP എന്ന് പറഞ്ഞാൽ. റെഡി? ഇനി ഈ പ്രഷർ ഇവിടെ ചെയ്യുന്ന വർക്ക് കാണാലോ. വർക്ക് W is equal to ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് അല്ലേ. ഫോഴ്സിന് നമുക്ക് എന്ത് ചെയ്യാം? പ്രഷർ ഇൻറ്റു ഏരിയ എന്ന് എഴുതാം. പ്രഷർ ഇസ് ഈക്വൽ ടു, പ്രഷറിന് എന്താണ്? P1 മൈനസ് P0 ഇൻറ്റു ഏരിയ. ഏരിയ എന്തായിരിക്കാറടാ? 4πr². ഡിസ്പ്ലേസ്മെന്റോ, ഇവിടുന്ന് ഇങ്ങോട്ടുണ്ടായ ഡിസ്പ്ലേസ്മെന്റ്, എടാ ആ ലിക്വിഡ് എന്ത് ചെയ്തടാ? ഉള്ളിൽ നിന്നുള്ള പ്രഷർ കൊണ്ട് അങ്ങനെ എന്ത് ചെയ്തു? എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ ആ ഡിസ്പ്ലേസ്മെന്റ് എത്ര? ΔR ഇൻറ്റു ΔR. അടുത്തത് സർഫസ് ടെൻഷൻ കൊണ്ട് കാണുന്ന വർക്ക്. ഓക്കെ, വർക്ക് എഴുതണം കേട്ടോ. വർക്ക് ഡ്യൂ ടു സർഫസ് ടെൻഷൻ എത്രയാടാ? നോക്കിക്കോ, അത് കാണാതെ പഠിച്ചു വെക്കണം. S8 πr ΔR, S8 πr ΔR, അങ്ങനെ തന്നെ ഓർത്ത് നോക്കുക. S8 πr ΔR, S8 πr ΔR. ദെൻ നോക്ക്, ഇനി ഇത് രണ്ടും ഈക്വൽ ആയേക്കുക. W is equal to WS. P1 minus P0 into 4πr² into ΔR is equal to ആരടാ? S8 πr ΔR. ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നല്ല അടിപൊളി ആൾക്കാരെ കാണുന്നുണ്ടല്ലോ. ഒഴിവാക്കുക, വെട്ടി ഒഴിവാക്കുക. ഇവിടെ ആരുണ്ടടാ? ഒരു പയ്യുണ്ട്, പയ്യ പോയി. ഒരാറ് ഇവിടുന്ന് പോയി, ഒരാറ് ഇവിടുന്ന് പോയി. ΔR പോയി, ΔR പോയി. 8 ഉണ്ടല്ലോ, 8നെ ഇവിടുന്ന് 8ഉം ഇവിടെ 4 ഉണ്ടല്ലോ. ഇവിടെ എത്രയായി? 2 ഉണ്ടാവും. ഓക്കെ, ബാക്കി ഏകദേശം ആൾക്കാരൊക്കെ നമുക്ക് വെട്ടില്ലോ. ഇനി ഇവിടെ ആരെ ബാക്കിയുള്ളൂ നോക്കിയേ. P1 മൈനസ് P0 ഇൻറ്റു R ഈക്വൽ ടു ഇവിടെ ആരാണ്ട്? 2S ഉണ്ട്. എടാ കിട്ടിയല്ലോ. നിങ്ങൾക്ക് എന്താ കിട്ടണ്ടേ? എക്സസ് പ്രഷർ അല്ലേ? കിട്ടി. ഇതാ പ്രഷറിന്റെ ഇക്വേഷൻ അതവിടെ, ഞങ്ങോട്ട് മാറ്റിയതുണ്ട് കേട്ടോ. P1 മൈനസ് P0 ഈക്വൽ ടു ഇൻറ്റു R. ഇക്വേഷൻ അപ്പുറത്ത് പോകുമ്പോൾ എന്താ അവിടെ? ബൈ R ആവും. 2S by R. This is the expression for excess pressure inside a spherical drop. Okay, പിന്നെ അതുപോലെ ഇവിടുന്ന് ചോദിക്കാറിലാണ് എന്ത്? ലിക്വിഡ് ഡ്രോപ്പ് മാത്രമല്ല ചോദിക്കാറില്ല, എന്തും ചോദിക്കാറുണ്ടാ? ബബിൾ ചോദിക്കാറ്. ബബിൾ ആകുമ്പോൾ ഇവിടെ 4S by R ആവും. ഇത്രേ ഉള്ളൂ. ഓക്കെ, ബബിൾ ആകുമ്പോൾ 4S by R ആവും. റെഡി? ദെൻ നോക്കടാ അടുത്തത്. ഒബ്റ്റെയിൻ എക്സ്പ്രഷൻ ഫോർ കാപ്പിലാരിറ്റി റൈസ് ചോദിക്കാറുണ്ട്. ഓക്കെ, മക്കൾ പഠിച്ചു വെച്ച് ചോദിക്കാറുണ്ട്. ഓക്കെ, വീണ്ടും പറയാണ്. ചില ആൾക്കാരൊക്കെ പ്രശ്നം പറയുന്ന ഒരു ഡെറിവേഷനാണ്. വലിയ സീനൊന്നുമില്ല, നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമുക്കറിയാം, ഇവിടെ നമുക്ക് എക്സസ് പ്രഷർ അറിയാം. എക്സസ് പ്രഷർ PI മൈനസ് P0 ഈക്വൽ ടു 2S by R ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. സാറേ അടുത്ത എന്താ ചെയ്യുക? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടതെന്ന് അറിയാം. ഈ R-നെ ഇവിടെ നിന്ന് ഒഴിവാക്കുക. R-നെ ഒഴിവാക്കാൻ എന്ത് ചെയ്യണം? R-ന് വേറൊരു ഇക്വേഷൻ കണ്ടെത്തണം. നോക്കടാ, ഇവിടെ കോസ് തീറ്റ, ഇതല്ല തീറ്റ. കോസ് തീറ്റ ഈക്വൽ ടു എന്താ കാണുന്നത്? adjacent by side by hypotenuse. adjacent side ആരാ? A by hypotenuse ആരാ? R. അപ്പോൾ R is equal to A by cos theta. A by cos theta കൊടുക്കണം. ഇവിടെ കൊടുക്ക്. PI മൈനസ് P0 ഈക്വൽ ടു അല്ലെങ്കിൽ PO ഈക്വൽ ടു 2S by A by cos theta. A by cos theta. cos theta നേരെ മുകളിലേക്ക് ഇടുക. മുകളിലേക്ക് അടിച്ചോ. 2S cos theta by A.
2s cos theta by a. സാറേ ഈ പി ഐ മൈനസ് പി സീറോ പറഞ്ഞാൽ എച്ച് റോ ജി അല്ലേ? എച്ച് റോ ജി അല്ലേ? പ്രഷർ ഇടും. നമ്മൾ ആദ്യം പഠിച്ചില്ലേ പ്രഷറിൻ്റെ ഇക്വേഷൻ എച്ച് റോ ജി. അതൊന്നും കമ്പയർ ചെയ്യുക. ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം കൊടുക്കുക. ഇക്വേഷൻ നമ്പർ 1 ഈക്വൽ ടു ഇക്വേഷൻ നമ്പർ 2 ആണെങ്കിൽ 2s cos തീറ്റ. ഇക്വേഷൻ നമ്പർ നോക്കടാ. H rho g is equal to 2s cos theta by a. ഓക്കെ, ഇനി എന്താ കിട്ടണ്ടേ നോക്കടാ. ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ കാപ്പിലാരിറ്റി റൈസ്. എച്ച് is equal to ഹൈറ്റ് അല്ലേ കിട്ടേണ്ടത്. ചില ആൾക്കാർ ഇവിടെ തന്നെ പിന്നെ ഒരു നോട്ടാ എല്ലാം ഇപ്പം എന്തിനാ ഇപ്പം ഇതുവരെ വന്നതെന്ന്. കാപ്പിലാരിറ്റി റൈസ് ഹൈറ്റാണ് വേണ്ടത്. ഓർത്ത് വെക്കുക. ഹൈറ്റ് ആകുമ്പോൾ ഈ രണ്ടാൾക്കാർ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും സിംഗിൾ ആക്കണം. എച്ചിനെ സിംഗിൾ ആക്കണമെങ്കിൽ റോജ് ഇക്വേഷൻ അപ്പുറത്തേക്ക് പോകണം. കൊടുക്കടാ, ഇക്വേഷൻ അപ്പുറത്തേക്ക് കൊണ്ടേ കൊടുക്ക്. ദെൻ എച്ച് is equal to 2s cos theta by a rho g. This is the expression for capillary rise. മക്കളെ ഇത്രേ പഠിക്കാനുള്ളൂ. ഫ്ലൂയിഡ്സ് എന്നുള്ള വലിയൊരു ചാപ്റ്ററിനെ നമ്മൾ കുഞ്ഞു ചാപ്റ്റർ ആയിട്ട് ഒരു 30 മിനിറ്റ്, ഒരു അരമണിക്കൂറിൽ ഈ ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്താൽ ഒതുക്കിയിട്ടുണ്ട് മക്കളെ. അത്രയും വലിയൊരു ചാപ്റ്റർ ആയിട്ട് ഒരുപാട് മക്കൾക്ക് പ്രശ്നമുള്ളൊരു ചാപ്റ്റർ. 8 മാർക്ക് ഉണ്ട് കേട്ടോ ചാപ്റ്ററിന്. വെയിറ്റേജ് ചെറിയ വെയിറ്റേജ് ഒന്നുമല്ല, 8 മാർക്ക് ഉള്ള വെയിറ്റേജുള്ളൊരു ചാപ്റ്ററാണ്. മറക്കോ ഇനി 3-4 ഡെറിവേഷൻസ് ഞാൻ ചെയ്തെന്ന് മക്കൾക്ക്. ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, 1 വേർഡൊക്കെ വരുന്ന ടെർമിനൽ വെലോസിറ്റി പോലെയുള്ള, അതുപോലെ തന്നെ സ്റ്റോക്സ് ലോ പോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഏകദേശം ചാപ്റ്റർ മുഴുവൻ ഭാഗവും വൃത്തിയായിട്ട് നമ്മൾ അരിച്ചു പൊറുക്കി പഠിച്ചു. ക്ലിയർ ആണോ? നിങ്ങൾ ഓക്കെ ആണോ? എടാ സെറ്റല്ലേ? ഓരോ കാര്യങ്ങളും കിട്ടിയിട്ടില്ലേ? ഡെറിവേഷൻസ് ഒക്കെ ഓക്കെ അല്ലേ? എങ്കിൽ ഇനി നാളെ ഒരു അടിപൊളി വീഡിയോ വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഒരൊറ്റ വീഡിയോ കണ്ടാൽ 40 മാർക്ക് എങ്ങനെ വാങ്ങാം എന്നുള്ള ഒരു കിടിലം വീഡിയോ നമുക്ക് വരുന്നുണ്ട് മക്കളെ. ഇതുപോലെ കിടിലം വീഡിയോകളും നമുക്ക് എന്ത് ചെയ്യടാ, റാൻസ് +1 എന്നുള്ള ചാനൽ നിങ്ങളുടെ 13-ാം തീയതിക്കുള്ള ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങളെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും. അതുകൊണ്ട് ഈ ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.